അതൊക്കെ സെറ്റപ്പിലൊക്കെ ആണല്ലോ. അനിയത്തിയുടെ കല്യാണത്തിന് വന്നിട്ട് വിഷമം ഇവിടെ ഒരുങ്ങി തീർക്കുമായിരിക്കും. വീട്ടുകാരും വിഷമിക്കുന്നുണ്ടായിരിക്കും. പിന്നെ പോട്ടാ, നമ്മളെ പ്രവാസിയൊക്കെ ഇതൊക്കെ പറയട്ടോ. നീ ഈ വാട്സപ്പ് ഗ്രൂപ്പിലൊന്ന് മെസ്സേജസ് ഒക്കെ കണ്ടോ? കുറച്ച് ക്യാഷ് ആയപ്പോഴത്തേക്ക് സ്വന്തം അനിയത്തിയുടെ കല്യാണത്തിന് പോലും ചെല്ലണ്ടാന്ന് ഞാനിവിടെ സുഖിക്കുവന്നു. ടിക്കറ്റ് എടുക്കാനുള്ള ക്യാഷും കൂടെ അയച്ചു കൊടുത്തിട്ടാണ് നാട്ടിലെ റംഗോലി നൈറ്റും ഹൽദിയൊക്കെ അടിപൊളിയായിട്ട് അവർ ആഘോഷിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ചേച്ചി ഗൾഫുകാരിയല്ലേ, അപ്പം എൻ്റെ ആഡംബരം കാണിക്കണമല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര അഭിമാനമാണ്. ഞാൻ കാരണം എൻ്റെ ഫാമിലിയിൽ നിന്ന് ഇത്രയും ഹാപ്പിയാണ്. പക്ഷെ എന്നിരുന്നാലും ഒരു പെണ്ണെന്ന നിലയ്ക്ക് ഞാൻ കേൾക്കുന്ന കുറച്ച് പേരുകളുണ്ട്. അഹങ്കാരി, ധിക്കാരി, തൻ്റെടി, കുറച്ച് ക്യാഷായപ്പോൾ ആരെയും ബഹുമാനമില്ല, അനുസരണയില്ല. എന്തിനേറെ പറയുന്നു, ഈ കൊടുത്തുവിടുന്ന ക്യാഷുള്ളവർ ഞാൻ കിടന്നുകൊടുത്തിട്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞവരാണ് നാട്ടിലുള്ളവർ മൊത്തം. സ്വന്തമായി നിലപാടുണ്ടാവുമ്പോൾ കേൾക്കുന്ന പേരുകളല്ലേ, അതൊക്കെ അത്രയ്ക്ക് ഇത്രയായിട്ട് എടുക്കണം. പക്ഷെ സ്വന്തം ആവശ്യങ്ങൾക്ക് എല്ലാം യൂസ് ചെയ്തിട്ട് ഫ്രണ്ടി വന്ന് ചിരിച്ചു നിന്നിട്ട് നമ്മളെ പിന്നാമ്പുറം പോയി നമ്മളെ കുത്തുവാക്കുകൾ പറയുന്ന അവരെ നമുക്ക് ഒരു കാലത്ത് മറക്കാൻ പറ്റത്തില്ല. പക്ഷെ വെളിയിൽ കാണിക്കാറില്ല, അങ്ങ് ക്ഷമിക്കും. പ്രത്യേകിച്ച് അവരൊരു സിംഗിൾ മദറോ അൺമാരീഡ് ഗേളോ ആണെന്നുണ്ടെങ്കിൽ സെക്ഷലി ഹറാസ്മെന്റ്, മെന്റലി ഹറാസ്മെന്റ് ഇതൊക്കെ സഹിച്ചും ഇതെല്ലാം ഓവർകം ചെയ്ത് അവർ ജീവിച്ചാലും ഈ പേരുകളെല്ലാം കേൾക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. എനിക്ക് നിങ്ങൾ ഗേൾസിനോടാണ് പറയാനുള്ളത്, ഈ മെൻസ് വേൾഡിൽ നമ്മൾ എന്തൊക്കെ ചെയ്താലും ഇല്ലെങ്കിലും നമ്മൾ കേൾക്കും. സോ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ പ്രയോറിറ്റി എടുത്തുകൊണ്ട് അതെല്ലാം ചെയ്യാം. ഒന്നുമില്ലെങ്കിലും നമ്മൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ് കേൾക്കുന്നതെന്നുള്ളൊരു ഫീൽ ഉണ്ടാവുമല്ലോ അല്ലേ? മെൻസ് വേൾഡോ? മിഡിൽ ക്ലാസ് ഫാമിലിയിലെ ബോയ്സിനെ ഒന്നും അതിൽ പെടുത്തല്ലേ.